ഗൈസ് ഫൈനലി ഞങ്ങൾ കണ്ടു ഗൈസ്. സമയം രാവിലെ 4 മണി. ആസാമിലെ ആനപ്പുറത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ മാത്രമേ എണീറ്റിട്ടുള്ളൂ. എലിഫന്റ് സവാരിക്ക് പോവാണ്. അങ്ങനെ ഡേ ടു ആസാം കസിറംഗ നാഷണൽ പാർക്ക്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞോണം ആനന്റെ പുറത്ത് കയറാൻ. ആനപ്പുറത്ത് നിന്നും തത്സമയം സിത്താര അശ്മോളും. ഞങ്ങൾ ആന സഡൻ ബ്രേക്ക് ഇട്ടു. 1500 രൂപ വെച്ചിട്ട് ആരും എലിഫന്റ് സഫാരി മിസ് ചെയ്യരുത്. കാരണം ഈ സംഭവം അടിപൊളിയാണ്. ഈ സൂര്യേട്ടനെ കുതിച്ചു വരുന്നതിന് മുന്നേ കോടമഞ്ഞിന്റെ നടുക്കൂടെ ആനപ്പുറത്തൊരു യാത്ര. ഏത് വൈബ്? അംബാനി വൈബ്. ഈ സംഭവത്തിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ എച്ചിയും പിച്ചയുമായ ഞാൻ പറഞ്ഞു, ഈ തൃശ്ശൂർക്കാരിയാണോ ആനപ്പുറത്ത് കയറാത്തെ? അല്ലെങ്കിൽ ആസാമിലെ ആനകളെ എനിക്ക് വിശ്വാസമില്ലാന്ന്. അല്ലാണ്ട് ഇച്ചിരി പൈസ കൂടുതൽ കൊടുക്കാൻ മടിയായോണ്ടല്ല. ഗ്രൂപ്പിൽ ഇതിന്റെ വീഡിയോ വന്ന അപ്പൊ തന്നെ ഞാൻ പ്ലേറ്റ് മറിച്ചു. ദാറ്റ് ഡബിൾ മൈൻഡ് സിൻഡ്രോം. ആനപ്പുറത്ത് കയറിയർക്ക്, കുതിരപ്പുറത്ത് കയറിയർക്ക്, എതുക്ക് ഒട്ടകപ്പുറത്ത് വരെ കയറിയർക്ക്. എന്നാലും ഇത്രയും കൂളായിട്ട് ആദ്യമായിട്ടാ പോണത്. ഇതിന്റെ മേലിട്ട് ഇങ്ങനെ പോകുമ്പോ ഞാൻ ആലോചിച്ചു, ഇത്രയും പാവം പിടിച്ച നിങ്ങളാണല്ലോ ഞാൻ വിശ്വാസമല്ല എന്ന് പറഞ്ഞത്. ഐ ആം ബി സോറി ആനളിയ. ബൈ ദ ബൈ നമ്മൾ വന്നത് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ റൈനോ ചേട്ടന്മാരെ കാണാനാണ്. ആനയ്ക്ക് എന്ത് റൂട്ട് മാപ്പ്? ഏത് കാട്ടിക്കൂടെ പോയിട്ടാലും ചേട്ടന്മാരെ നമുക്ക് കാണിച്ചു തരും. പണ്ട് തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ആനേനെ തൊടാൻ സമ്മതിക്കാഞ്ഞ പാപ്പാൻ ചേട്ടന്മാരെ ഞാൻ ഈ സമയം സ്മരിക്കുന്നു. റൈനോനോട് ഒരു സലാം പറഞ്ഞ് നമ്മളെ കുട്ടന്മാർക്ക് കുറച്ച് കരിമ്പും കൊടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. എന്തിനാ? ഇതേ സ്ഥലത്തേക്ക് തന്നെ ജീപ്പിൽ തിരിച്ചു വരാം. ഈ ജീപ്പ് സഫാരി നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. കാണാൻ വെയിലൊക്കെ ഉണ്ടെങ്കിലും സാമാന്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരേ സ്ഥലമാണെങ്കിലും രണ്ടും രണ്ട് കാഴ്ചകളാണ്, രണ്ട് അനുഭവങ്ങളാണ്. അത്ര അടുത്ത് നിന്നല്ലെങ്കിലും ഇതിലും നമുക്ക് റൈനോ ചേട്ടന്മാരെ കാണാൻ പറ്റും. ഓ, ഇത് രണ്ടും ഒരേ സ്ഥലമല്ലേ എന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. കാരണം ഇതിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. ആൻഡ് ഈ വഴികളിൽ കൂടെ ഒക്കെയുള്ള യാത്ര വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ വിട്ടു അങ്ങ് ദൂരെ നാഗാലാൻഡിലേക്ക്.